മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, നേതാക്കളുടെ പ്രതികരണം വന്നു. വളരെ പ്രധാനപ്പെട്ട 2 പ്രതികരണങ്ങളാണ് കുറച്ചു മുമ്പ് വന്നിരിക്കുന്നത്. ആ രീതിയിലാണോ അതിനെ കോൺഗ്രസ് തള്ളിക്കളയുന്നത്? എന്താണ് കോൺഗ്രസിൽ ഇത് ചർച്ചയാകുന്നത്? എങ്ങനെ? കോൺഗ്രസ് ഇതിനെ മനസ്സിലാക്കുന്നത് വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമായിട്ടാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഒരു ക്യാമ്പ് തുടങ്ങുന്നതിന്റെ അന്ന് രാവിലെ തന്നെ ഇത്തരം ഒരു സാധനം പുറത്തുവിട്ടതിലൂടെ കൃത്യമായി തന്നെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഇതിലുണ്ടെന്നാണ് നേതാക്കൾ പ്രതികരിക്കുന്നത്. നമ്മളിപ്പം ചാണ്ടിയൊപ്പം ചേരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ പുനർജനി കേസിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഈ സർക്കാർ നീക്കത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതിനു മുമ്പും പല ചെപ്പടി വിദ്യയായിട്ട് ഈ സർക്കാർ വന്നിട്ടില്ലേ? ഞാൻ ചോദിക്കുന്നത് ഇന്ന് പെട്ടെന്ന് കാരണം എന്താ? ഇവർക്ക് 9 വർഷം കയ്യിലുണ്ടായിരുന്നു. ഈ 9 വർഷം കയ്യിലുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അണു തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഇലക്ഷനായി. എൻ്റെ പിതാവിനെ ഇതേപോലെ തന്നെയാണ് 2021 CBIക്ക് വിടാൻ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. അപ്പൊ അതേ ഡ്രാമ വീണ്ടും എനാക്ട് ചെയ്യുന്നു. അതല്ലാതെ എന്താ ഇവിടെ നടക്കുന്നത്? 2021 ഉമ്മൻചാണ്ടിക്കെതിരെ CBI അന്വേഷണം കൊണ്ടുവന്ന സർക്കാർ ഇന്ന് വീണ്ടും VD സതീശൻ എന്ന് പറഞ്ഞ ജനകീയനായ ജനങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ, പ്രതിപക്ഷത്തെ ശബ്ദമായ VD സതീശനെ കുരുക്കാനായിട്ട് ഇന്ന് ഒരു നിലപാടെടുത്ത് വരുന്നുണ്ടെങ്കിൽ ജനങ്ങൾ തിരിച്ചറിയും. ഇതൊന്നും വില പോകാൻ പോകുന്നില്ല. ഒരാശങ്കയില്ല. ഞങ്ങൾ തങ്ങളുടെ നേരം സംരക്ഷിക്കും. സത്യം തെളിയും. എന്തായാലും സത്യം ഇതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നലത്തെ ഒരു ക്ഷീണം മറയ്ക്കാനുള്ള തന്ത്രം. തീർച്ചയായും കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ പ്രതികരിക്കുന്നത് സമാനമായ സ്വഭാവത്തിലാണ്. അതായത് നേരത്തെ തന്നെ ഈ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ഏതെങ്കിലും അർത്ഥത്തിൽ CBI അന്വേഷണത്തിനോ വല്ലോ പോകുന്നതിനുള്ള കഴമ്പില്ല എന്ന് കണ്ട് മടക്കുകയും ചെയ്ത ഫയലിലെ ചില വിവരങ്ങൾ, 1 വർഷം മുമ്പുള്ള ചില കാര്യങ്ങൾ മാത്രം പുറത്തുവിട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് കാണുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു നീക്കത്തെ വളരെ പൊളിറ്റിക്കലായി നീക്കമായിട്ട് തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ചും ലക്ഷ്യം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ KPCCയുടെ ലീഡേഴ്സ് ക്യാമ്പ് നടക്കാനിരിക്കാൻ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പാണ് ഈ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ആഭ്യന്തര വകുപ്പിൽ തന്നെ പുറത്തു വരുന്നത്. മാധ്യമ വാർത്തകൾ നേരത്തെ ഷാഫി പറഞ്ഞൊരു കാര്യമാണ്. മാധ്യമ വാർത്തകളുടെ ഗതി രാവിലെ മുതൽ തന്നെ കോൺഗ്രസിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചായിരുന്നു വാർത്തകൾ മുഴുവൻ. ആ ഒരു ഗതി ഒന്ന് തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുനർജനി എന്ന് പറയുന്ന ഒരു കേസ് വന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. അന്വേഷണം നടത്താനുള്ള കഴിയില്ല എന്നുള്ള കാര്യത്തിൽ വിജിലൻസ് സേന നേരത്തെ ഒരു തീർപ്പെത്തിയ ഒരു കാര്യമാണ്. അതിന്റെ ഒരു വർഷം മുമ്പുള്ള റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നത് എന്നതാണ് കാര്യം പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന് തന്നെ നേരിട്ടുള്ള പ്രതികരണം നമുക്ക് കേൾക്കുകയും ചെയ്യാം. ഒരുപക്ഷെ അല്പസമയം ശേഷം KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒരുപക്ഷെ മാധ്യമങ്ങളെ വിഷയത്തിൽ കണ്ടേക്കും. അതായത് എന്തായാലും അവർ പറയുന്നൊരു കാര്യം, പുനർജീവനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നടപടി എടുക്കുന്നതിനുള്ള ഒരു കഴമ്പുള്ള കാര്യമായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നേരത്തെ തന്നെ എന്തെങ്കിലും നടപടിയിലേക്ക് പോകുമായിരുന്നു. അതേസമയം അത്തരമില്ലാത്ത സാഹചര്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുന്ന അവസാന ഘട്ടത്തിൽ ഒരു അവസാനത്തെ നമ്പർ എന്ന നിലയിൽ ഇറക്കിയത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. മാത്രമല്ല ജനങ്ങൾ അത് തിരിച്ചറിയും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പല നേതാക്കളോട് നമ്മൾ സംസാരിച്ചു. ആ കാര്യത്തിലൊക്കെ തന്നെ നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന രമേശ് ചെന്നിത്തല സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ സംസാരിച്ചു. ഇപ്പോൾ ചാണ്ടിയുമ്മൻ സംസാരിച്ചു. PC വിഷ്ണു കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ VD സതീശനെതിരെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്, അതായത് ആ വിജിലൻസ് CBIക്ക് അന്വേഷണം സജസ്റ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന് ഇവർ തന്നെ അന്വേഷിച്ച് കഴമ്പില്ലെന്ന് കഴിഞ്ഞ് കണ്ടെത്തി തള്ളിക്കളഞ്ഞ ഒരു കേസാണ് പ്രളയ പുനരധിവാസ പദ്ധതിയാണ്. ഇതിലെ ചില പദ്ധതികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നിയമസഭയിൽ തന്നെ ഈ കാര്യങ്ങൾ ചർച്ചയിൽ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ ഇത് വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പം CPMന്റെ മുഖം വികൃതമായി നിൽക്കുന്ന സമയത്ത് അവരിത് വഴിതിരിച്ചു വിടാൻ ഉണ്ടാക്കുന്ന വാർത്തകളാണെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം സംസ്ഥാന വിജിലൻസ് അന്വേഷിച്ച് തള്ളിക്കളഞ്ഞ ഒരു കേസിൽ പിന്നെ എന്താണ് CBIക്ക് പുതുതായിട്ട് അന്വേഷിക്കാനുള്ളത്? ആ ഏജൻസിക്ക് എങ്ങനെ ശുപാർശ ചെയ്യാൻ പറ്റും എന്നതൊരു പ്രശ്നമാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ അത് UDFന്റെ കോൺഫിഡൻസിനെ ഒന്നുമില്ല. ഒറ്റക്കെട്ടായി ഞങ്ങളെല്ലാം നേരിടും. എന്തായാലും സമാനമായി തന്നെയാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിശ്വാസ് പ്രതികരിക്കുന്നത്. ഇത് രാഷ്ട്രീയപരമായിട്ട് അതിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഇല്ല. വിജിലൻസ് തന്നെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞ് അന്വേഷണം അടക്കിയ ഒരു ഫയലാണ്, അല്ലെങ്കിൽ അന്വേഷണം ഉപേക്ഷിച്ച ഒരു കേസാണ് ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ലക്ഷ്യയുടെ തുടക്കത്തിൽ തന്നെ ഒരു വിവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് കൂടി അവർ സംശയിക്കുകയാണ്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ആശങ്ക അവർ പങ്കുവെക്കുന്നില്ല. പകരം
ഇത് രാഷ്ട്രീയ നീക്കം, അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ഓഫീസുമായി ബന്ധപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഇത് 1 വർഷം മുമ്പ് ഉണ്ടായ ഫയൽ തന്നെയാണ്. ഇതിൽ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഇതിന്റെ ഈ ശുപാർശയുടെ മേൽ യോഗേഷ് ഗുപ്ത, അതോടൊപ്പം തന്നെ മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ള വിജിലൻസ് ഡയറക്ടർമാർ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് മുന്നോട്ട് പോലെ CBI അന്വേഷണത്തിന്റെ ശുപാർശ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വഴിയിൽ വെച്ച് മടക്കിയതാണ്. അതേസമയം ആ ഒരു ഘട്ടത്തിലുണ്ട് 1 വർഷം മുമ്പുള്ള ഒരു ഫയൽ മാത്രം പുറത്തു വിട്ടുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം ലഭിക്കും. എന്തായാലും ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ വരും. അതോടൊപ്പം തന്നെ KPC പ്രസിഡന്റെയും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് പറയുന്നത്. രാഷ്ട്രീയ പ്രേരിതമാണ്. അവരുടെ CPM-ന്റെ ഏറ്റവും അവസാനത്തെ അടവുകളൊന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് തന്നെ വിജിലൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഭ്യന്തര വകുപ്പ് നടപടികളിലേക്ക് പോയതിനെ അത്തരമൊരു നടപടികളൊന്നും പോകാത്തൊരു സാഹചര്യത്തിൽ ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ട് തന്നെ കഴമ്പില്ലാത്തൊരു റിപ്പോർട്ടാണ്. രാഷ്ട്രീയ പ്രേരിതമായ തീരുമാനമെന്ന് പ്രതികരിക്കുകയാണ് നേതാക്കൾ.